അപ്പം എല്ലാവർക്കും ഒരു പുതിയ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി ടാക്ടിക്സ് ആണ്. അവർ ആദ്യ മത്സരത്തിൽ വോൾഫ്സിനോട് എങ്ങനെയാണോ അണിനിരത്തിയത്, എങ്ങനെയാണോ പ്ലെയേഴ്സ് കളിച്ചത്, അതിൻ്റെ ഒരു ചെറിയൊരു അനാലിസിസ് വീഡിയോ ആണ് ഇത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിൽ കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത്. 4-3-3 എന്ന് നമുക്ക് പറയാം. പക്ഷേ ആ ഒരു കളി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ലൂയിസ്, റിക്കോ ലൂയിസിൻ്റെ അടക്കമാണ് ഞാൻ പറയുന്നത്. കാരണം റിക്കോ ലൂയിസിന് ഈ ഒരു ഫോർമേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്. നല്ല പ്ലെയറാണ്, നല്ല കാലിബറുള്ള പ്ലെയറാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ആവറേജ് ഫോർമേഷൻ നോക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ആവറേജ് ഫോർമേഷൻ. ആ ഒരു ആവറേജ് ഫോർമേഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പ്ലെയറാണ് റിക്കോ ലൂയിസ്. അപ്പം റൈറ്റ് ബാക്ക് കളിക്കുന്ന ചെങ്ങായി എനിക്കൊന്ന് 66ാമത്തെ മിനിറ്റ് വരെ പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ട്. 66ാമത്തെ മൂന്നാമത്തെ ഗോൾ അടിച്ചതിന് ശേഷമാണ് ചെങ്ങായിനെ പെപ് ഗാർഡിയോള പിൻവലിച്ചത്. അപ്പോൾ റൈറ്റ് ബാക്ക് കളിക്കേണ്ട റിക്കോ ലൂയിസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ മിഡ്ഫീൽഡ്, അതായത് സെൻട്രൽ ഡിഫൻസ് കളിച്ച് ഗോൺസാലസിൻ്റെ കൂടെ ആയിരുന്നു റിക്കോ ലൂയിസ് ഓൾമോസ്റ്റ് എല്ലാ പോർഷനും കളിച്ചിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ 4 റേഞ്ചേഴ്സും ഗോൺസാൽവസും സിൽവിയും അവർ 3 പേരാണ് മിഡ്ഫീൽഡിൽ കളിച്ചത്. അപ്പം ഗാർഡിയോളയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബേസിക്കലായിട്ട് അതായത് ബോൾ പൊസിഷനാണ്. അപ്പം ഏത് ടീം എതിരെ കളിച്ചാലും പുള്ളിക്കാരന് മാക്സിമം ബോൾ പൊസിഷൻ വേണം. അപ്പം അങ്ങനെയുള്ള ഒരു മാനേജർക്ക് സാധാരണ നമ്മൾ 4-3-3 കളിക്കുന്നുണ്ടെങ്കിൽ 3 മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് കളിച്ചാൽ ആ ഒരു വിചാരിച്ച ബോൾ പൊസിഷൻ നേടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാരണം റിക്കോ ലൂയിസിനെ മിഡ്ഫീൽഡിലേക്ക് ഇറക്കി കളിപ്പിക്കാനില്ല, അതായത് ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് എന്നുള്ള രീതിയിലാണ് കളിപ്പിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ വോൾഫ്സിൻ്റെ ഒരു ആവറേജ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരെ 5 ബാക്കുകൾ വെച്ചാണ് അവർ കളിച്ചത്, അതായത് 3 2 വിങ് ബാക്ക്. പക്ഷേ വിങ് ബാക്ക് ഓൾവേസ് പിറകിലായിരുന്നു, കയറി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരോ ആയിട്ടുള്ള 5 ബാക്കുകളാണ് വോൾഫ്സ് ആ കളിയിൽ കളിച്ചത്. അതുകൂടാതെ അവരുടെ ഫ്രണ്ടിൽ 4 പേരും പിന്നെ സ്ട്രൈക്കറായിട്ടുള്ള ഏറ്റവും ടോപ്പിലും. അപ്പം ഇത് ഓൾമോസ്റ്റ് എന്താ പറയണ്ടേ 5-4-1 എന്നതായിരുന്നു ഒരു ആവറേജ് ഫോർമേഷൻ വോൾഫ്സിൻ്റെ. അപ്പോൾ ആദ്യത്തെ 30-31 ഫസ്റ്റ് ഗോൾ വീഴുന്നത് വരെ വോൾഫ്സ് ഈ ഒരു നാരോ ഫോർമേഷൻ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിങ്ങിൽ കളിക്കുന്ന ഡോക്കുവും അതേപോലെ ഓസ്കാർ ബോബും 2 പേരും എന്താ പറയുക ഫൂട്ട് വർക്ക് കിടിലാണ് 2 പേർക്കും. അതുകൂടാതെ നല്ല സ്പീഡും ഉണ്ട്. അപ്പം അവരെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ലുക്ക് സൈഡ് വൈസ്, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ആരാണോ ഒഴിഞ്ഞ് നിൽക്കുന്ന ഡോക്കോ അല്ലെങ്കിൽ ഓസ്കാർ ബോബ് അവർക്ക് പന്ത് കൊടുക്കുക. അപ്പോൾ ബോള് മെയിൻലി റേഞ്ചേഴ്സ് ആയിരുന്നു അവരെ മെയിൻ പ്ലെയർ എന്നത്, മാൻ ഓഫ് ദി മാച്ച് മെയിൻ കിടിലൻ പ്ലെയറാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേഞ്ചേഴ്സ് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ വിൻഡോയിൽ 1 ഓഫ് ദ ബെസ്റ്റ് സൈനിങ് ആണ്. പുള്ളിക്കാരനെ കണ്ണുവെക്കാൻ വേണ്ടി കണ്ണുവെക്കാൻ മീൻസ് പുള്ളിക്കാരനെ നോക്കാൻ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ട്രാൻസ്ഫർ വിൻഡോ വീഡിയോയിൽ. അപ്പോൾ റേഞ്ചേഴ്സിന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നേരെ നോക്കൽ ഡോക്കുന അല്ലെങ്കിൽ ഓസ്കർ ബോവിന. ബോൾ ഡോക്കുലേക്ക് കൊടുക്കുക, അതിനുശേഷം ഡോക്കുവിൻ്റെ കയ്യിൽ നിന്ന് ഹാലൻഡ് എനിക്കൊന്ന് ആ ഫസ്റ്റത്തെ ഗോൾ അടിക്കുന്നവരെ 30 മിനിറ്റ് വരെ ഹാലൻഡ് കളിയിൽ ഉണ്ടായിട്ടേ ഇല്ല. കാരണം ഇത്രയും നാരോ പൊസിഷനിൽ അവർ കളിക്കുന്നത് കൊണ്ട് ഇതേപോലെ ഒരു ക്രോസ് കൊടുക്കാൻ ഡോക്കുവിന് എനിക്കൊന്ന് 1-2 പ്രാവശ്യം മാത്രമേ പറ്റിയുള്ളൂ. പക്ഷേ രണ്ടും ഒരു പ്രോപ്പറായിട്ടുള്ള ക്രോസ് ആയിരുന്നില്ല. അപ്പം ഹാലൻഡിന് ആ ഒരു കളിയിൽ ഒരു വലിയ റോൾ ഉണ്ടായില്ല 30 മിനിറ്റ് വരെ. ഇല്ലെങ്കിൽ അത് ഡോക്കുവിനല്ലെങ്കിൽ റേഞ്ചേഴ്സിൻ്റെ അടുത്ത ബോള് ഓസ്കാർ ബോബിനായിരിക്കും, ഓസ്കാർ ബോബ് പിന്നെ ഹാലൻഡിലേക്ക്. ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു സ്ട്രാറ്റജിയാണ് മാഞ്ചസ്റ്റർ സിറ്റി ആ ഒരു കളിയിൽ 30 മിനിറ്റ് വരെ നടത്തിയത്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ 1-2 വീഡിയോ ഞാൻ റിക്കോ ലൂയിസിൻ്റെ പൊസിഷനിങ് കാണിച്ചു തരാം. പിന്നെ ഒരു 3-4 വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആവറേജ് ഫോർമേഷൻ ഇങ്ങനെ ആക്കിയത് എന്നുള്ളതിൻ്റെ കാണിക്കുന്ന ഒരു വിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ടില്ല കുറച്ച് ബോൾ പൊസിഷനും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം അവരുടെ അതായത് വോൾഫ്സിൻ്റെ ആ ഒരു ഡിഫെൻഡിങ്, നാരോ ലൈൻ ഡിഫെൻഡിങ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ ആ ഒരു ടാക്ടിക്സ് ബോർഡിൽ കാണിച്ച പോലെ
1 2 3 4 5 ബാക്കുകളും അവരുടെ ഫ്രണ്ടിലായി 1 2 3 4 5 പേരും. ടോട്ടലി എന്താ പറയണ്ടേ, ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിഫെൻഡിങ് ആയിരുന്നു വോൾസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അവർ ആ ഒരു മത്സരത്തിൽ ഉടനീളം ആ ഒരു കോമ്പാക്ട്നെസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 5 പേര് അവിടുന്ന് മാറുന്നില്ല, അതുകൂടാതെ 4 പേര് മിഡ്ഫീൽഡ്. അപ്പം ആകെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫ്രണ്ടിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡോക്കുവിന് ഇവിടെ ബോൾ കൊടുക്കുക, അതുകൂടാതെ ഓസ്കാർ ബോബ് ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ബേസിക്കലി പറഞ്ഞാൽ ഒരു മാൻ മാർക്കിംഗ് പോലെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ത്രൂ മിഡ്ഫീൽഡ് കളിക്കാൻ വേണ്ടിയിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ മത്സരത്തിൽ. അതായത് ഒരു ത്രൂ ബോൾ കൊടുക്കുക അങ്ങനെയുള്ള സംഭവം ആ ഒരു 30 മിനിറ്റ് വരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ബേസിക്കലി ബാക്ക് ഭയങ്കര നാരോ ആയിരുന്നു. അതുകൂടാതെ മിഡ്ഫീൽഡിൽ അവർ മാക്സിമം എല്ലാവരെയും ഒരു ഏകദേശം ഒരു മാൻ മാർക്കിംഗ് എന്നുള്ള രീതിയിലായിരുന്നു വോൾഫ്സ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലെഫ്റ്റ് വിങ്ങോ റൈറ്റ് വിങ്ങോ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം കളിക്കുന്ന 1-2 ക്ലിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ റൂബൻ ഡിയാസിന് ബോൾ കിട്ടിയ ഡയറക്റ്റ് ഡോക്കുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ മിസ് പാസ്സായി. ഡോക്കുവിന് അവിടെ ഫ്രണ്ടിലേക്ക് ഒരു ഹാലൻഡിന് ക്രോസ് കൊടുക്കാൻ വരെ സാധിച്ചില്ല. അപ്പോഴത്തേക്കും അവരുടെ എല്ലാ ഡിഫൻഡേഴ്സും ആ ഒരു ഏരിയ ക്ലോസ് ഡൗൺ ചെയ്തു. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും റിക്കോ ലൂയിസിന് ബോൾ കിട്ടുന്നത് ഡയറക്റ്റ് ക്രോസ് കൊടുക്കുന്നത് ഓസ്കർ ബോയ്സിന്. അടുത്തൊരു ക്ലിപ്പും കൂടി കണ്ടോ. ഒന്നും കൂടി കാണിച്ചതാ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒന്നെങ്കിൽ ഡോക്കു അല്ലെങ്കിൽ ഓസ്കാർ ബോബ് എന്നിവരെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ മെയിൻ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ 1-2 പ്രാവശ്യം മാത്രമേ എനിക്ക് ആ കളിയിൽ അവരൊരു ത്രൂ ബോൾ അല്ലെങ്കിൽ ഒരു മിഡിലൂടെ ഡയറക്റ്റ് കളിക്കാൻ നോക്കിയല്ലോ. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചുതരാം. അവർ എന്തുകൊണ്ട് അത് മാക്സിമം കളിച്ചില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. റൂബൻ ഡിയാസിന് ബോൾ കിട്ടി, 2 സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടായി ചങ്ങായി. അതിനുശേഷം ഡയറക്റ്റ് ത്രൂ ബോൾ കൊടുക്കാൻ നോക്കി, അവിടെ പന്ത് ബ്ലോക്കായി. ആ ഒരു ഓപ്ഷൻ, അതായത് ത്രൂ ബോൾ കൊടുക്കുന്ന മിഡിലൂടെ കളിക്കുന്ന ആ ഒരു ഓപ്ഷൻ ഒരു 30 മിനിറ്റ് വരെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സിറ്റിനെ സംബന്ധിച്ച് അവരൊരു സ്ട്രാറ്റജി ഒരു 30 മിനിറ്റ് വരെ ആ കളിയിൽ തീരെ നടന്നിട്ടേ ഇല്ല. എസ്പെഷ്യലി ഹാലൻഡിന് വിചാരിച്ച ഒരു ബോൾ എനിക്ക് തോന്നുന്ന ഒരു 2-3 ടച്ച് മാത്രമേ ഹാലൻഡ് ഒരു 30 മിനിറ്റ് വരെ ആ ഒരു കളിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് ആ ഒരു ഡെഡ് ലോക്ക്, അതായത് ലോ ആയിട്ട് ബസ് പാർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന ടീമാണ് വോൾഫ്സ്. ഓക്കെ, അപ്പം ആ ഒരു മത്സരത്തിൽ അങ്ങനെ ഒരു ലോ ബ്ലോക്ക് കളിച്ച വോൾഫ്സിൻ്റെ ആ ഒരു ഡെഡ് ലോക്ക് പൊളിക്കാൻ ചില സമയത്ത് നമുക്ക് എന്താ പറയണ്ടേ, ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആവശ്യമുണ്ട്. അത് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കാണിച്ചു തന്ന പ്ലെയറാണ് റേഞ്ചേഴ്സ്. അപ്പോൾ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആദ്യത്തെ ഗോൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ റേഞ്ചേഴ്സിന് ആ സെൻട്രൽ പൊസിഷനിൽ നിന്ന് ബോൾ കിട്ടി. യൂഷ്വലി നമുക്ക് നോക്കാം ഹാലൻഡ് ഉള്ളിലേക്ക് ഓടി കയറുന്നുണ്ട്, പക്ഷേ അവരെ 5 ഡിഫൻഡേഴ്സും അവിടെ കവർ ചെയ്യാൻ ആളുണ്ട്. റേഞ്ചേഴ്സ് അത്രയും സമയം വരെ കളിച്ചിരുന്നത് ഈ ഒരു പൊസിഷനിൽ മിക്കവാറും ഈ ഒരു ത്രൂ പാസ് ഓസ്കാർ ബോബിന് കൊടുക്കാനാണ് മിക്കവാറും ശ്രമിക്കില്ല. അല്ലെങ്കിൽ ആ ഒരു 10-25 മിനിറ്റ് വരെ അങ്ങനെയാണ് കളിച്ചത്. ഒന്നെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ത്രൂ ബോക്സ് കൊടുക്കും, അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് കളിക്കുന്ന ഡോക്കുവിന് കൊടുക്കും. പക്ഷേ ചെങ്ങായി അത് കളിച്ചില്ല ഈ ഒരു സമയത്ത്. നോക്കുന്നുണ്ട്, ഓക്കെ, കൊടുക്കാൻ നോക്കി, പക്ഷേ തിരിച്ച് ബോൾ ആകെ സെൻറ്ററിലേക്ക് തന്നെ എടുത്തു. ഒരു പ്രാവശ്യം കൂടി സെൻറ്ററിലേക്ക് എടുത്തു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഡിഫൻഡേഴ്സിൻ്റെ പൊസിഷനിങ് ആണ്. അപ്പം ചെങ്ങായി 2 പ്രാവശ്യം ഒരു ഫേക്ക് പാസിന് അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് നേരത്തെ അത്രയും സമയം അത്രയും കോമ്പാക്റ്റ് ആയിട്ട് കളിച്ചിരുന്ന 5 പേര് ഇപ്പോൾ ഇവിടെ ഒരു വൈഡ് ഓപ്പണായി. അപ്പോൾ നമ്മളെ ഈ ഒരു 6ാം നമ്പർ ഡിഫൻഡർ ആരാണ് എനിക്ക് ഓർമ്മയില്ല പേര്, വോൾഫേസ് എന്നായിട്ട് പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി,
ഇപ്പം ചങ്ങായി എന്താണ് വിചാരിച്ചത്, മിക്കവാറും ഇത്രയും സമയം ഒരു 29 മിനിറ്റ് വരെ സൈഡിലേക്കാണ് അവർ ക്രോസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ സമയത്തും ക്രോസ് കൊടുക്കും എന്നുള്ള രീതിയിൽ ചങ്ങായി ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് റിക്കോ ലൂയിസ് ഓടിക്കയറി. റെയിൻഡേഴ്സ് ബോള് ചിപ്പ് ചെയ്ത് കൊടുത്തു. അവിടെ വോൾഫ്സിൻ്റെ ഡിഫൻസ് ബ്രേക്കായി ഗോൾ അടിച്ചു മാഞ്ചസ്റ്റർ സിറ്റി. ഓക്കെ, അപ്പം ആദ്യത്തെ ആ ഒരു ഗോളിലൂടെ നമുക്ക് സിറ്റിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് അതുവരെ ഫലവത്തായിട്ടുണ്ടായിരുന്നില്ല. അവർ കളിച്ചത് ബോൾ സെൻട്രലിൽ മാക്സിമം ബോൾ പൊസിഷൻ ചെയ്യുക, അതിനുശേഷം 2 വിങ്ങിലേക്കും ബോൾ കൊടുക്കുക. 2 വിങ്ങിലെ പ്ലെയേഴ്സും നല്ല ഫൂട്ട് വർക്ക്, കിടിലം ഫൂട്ട് വർക്ക് ആയതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഒരു പ്ലെയറിനെ ഡിബിൾ ചെയ്ത് ഹാലൻഡിന് ക്രോസോ അല്ലെങ്കിൽ ഒരു വെച്ച് കൊടുക്കാൻ പാകത്തിലുള്ള പന്ത് കൊടുക്കും എന്നുള്ളതായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ അത്രയും സമയമുള്ള ഒരു ഫോക്കസ്. പക്ഷേ 30 മിനിറ്റ് വരെ അതിന് ഒരു സംഭവം നടന്നില്ല. കാരണം വോൾഫ്സിൻ്റെ അത്രയും നാരോ ആയിട്ടുള്ള ഡിഫെൻഡിങ് ആയതുകൊണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് റേഞ്ചേഴ്സ് ഫസ്റ്റ് ടൈമിൽ ബോബിന് പന്ത് കൊടുക്കാതിരുന്നത് കൊണ്ട് ചങ്ങായിക്ക് ആ ഒരു സെൻട്രലിലൂടെ ഒരു കളി മെനയാൻ പറ്റി. അതുവഴി ഫസ്റ്റത്തെ ഗോൾ അടിച്ചു. പിന്നെ രണ്ടാമത്തെ ഗോള് എന്ന് പറയുന്നത് വോൾഫ്സിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അവർ സെൻറ്ററിൽ നിന്ന് അവർ പന്ത് കളയുന്നു, പിന്നെ ഒരു കൗണ്ടർ അറ്റാക്ക്, അതായത് 3 vs 2. അത്രയും സമയം 5 പേരെ ഡിഫെൻഡ് ചെയ്ത് നല്ല കട്ടക്ക് ഡിഫെൻഡ് ചെയ്ത് ഇപ്പം അനാവശ്യമായിട്ട് പന്ത് എന്താ പറയണ്ടത് വെറുതെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എറിഞ്ഞു കൊടുത്തത്. ആ രണ്ടാമത്തെ ഗോളും 3ാമത്തെ ഗോളും ഇതേപോലെ ഒരു ചെറിയ മിസ്റ്റേക്കില്ലാതെ വന്നത്. അപ്പം അത്രയും സമയം നല്ല കട്ടക്ക് ഡിഫെൻഡ് ചെയ്ത ടീമായിരുന്നു വോൾസ്. ഈ ഒരു കളിയിൽ മനസ്സിലായ ഒരു കാര്യം, മാഞ്ചസ്റ്റർ സിറ്റി ഇതുവരെ കളിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലും കളിച്ച അതേ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് മാക്സിമം സെൻട്രലിൽ ബോൾ പൊസിഷൻ ചെയ്യുക, അതിനുശേഷം വിങ്ങിൽ നല്ല സ്പീഡിലുള്ള പ്ലെയേഴ്സ്, അതായത് ഡോക്കു ആയാലും സാവിഞ്ഞോ ആയാലും ആര് കളിക്കുന്നത് അവർക്ക് പന്ത് കൊടുക്കുക, അവരിൽ നിന്ന് ഹാലൻഡിന് സെൻറ്ററിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കും. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം, അതിൻ്റെ മുന്നത്തെ എല്ലാ സീസണിലും കെവിൻ ഡി ബ്രൂയിൻ ഉണ്ടായതുകൊണ്ട് ഒരുപാട് നല്ല ത്രൂ ബോൾസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ക്രോസ് ഒക്കെ. പക്ഷേ ഇപ്രാവശ്യം കെവിൻ ഡി ബ്രൂയിനെ ഇല്ല. ആ ഒരു ചുമതല മിക്കവാറും ഇപ്രാവശ്യം റേഞ്ചേഴ്സിനായിരിക്കും. നല്ല കഴിവുള്ള ചങ്ങായിയാണ്, ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. അത് ഈ മത്സരത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. 2 അസിസ്റ്റും 1 ഗോളാണ് അടിച്ചു കൂട്ടിയത്. അപ്പോൾ ഈ ഒരു പ്ലേയിൽ മാഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു പ്ലേയിൽ ഞാൻ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തില്ല. കാരണം അവരെ ബോൾസ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് 2-3 ഓഫ്സൈഡ് ആയതുകൊണ്ട് ഗോളായില്ല. പക്ഷേ സ്റ്റിൽ നല്ല ടീമിനോടൊക്കെ കളിക്കുമ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്, ഇതേപോലെ ഹൈ ലൈൻ കളിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക്. അപ്പം ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും നല്ല ടീമോട്, അതായത് ആഴ്സണലോട്, ലിവർപൂളോട്, ചെൽസിയോടൊക്കെ കളിക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി, പെപ് ഗാർഡിയോള ഇതേ സെയിം സ്ട്രാറ്റജി തന്നെ ആയിരിക്കും ഉപയോഗിക്കലെന്ന് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ഒരു കളി കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു കളി കണ്ടിട്ടുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടാക്ടിക്സ് അല്ലെങ്കിൽ അത് അവരുടെ ഒരു ഗെയിം പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്നും കൂടി കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.